നമ്മുടെ വീട് എന്ന് പറയണതേ നമ്മുടെ സ്വർഗമാണോ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ മിക്കവാറും വീടുകൾ സ്വർഗമായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നതല്ല, ഇത് ഓരോ വിദഗ്ധരായ ഓരോരുത്തർ പറഞ്ഞതാട്ടോ. അതായത് നമ്മൾക്ക് എന്നാ പറയണേ, നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്ന സ്ഥലമാണ് നമ്മുടെ വീട്, ഇല്ലേ? ഞാനൊരു കഥ പറഞ്ഞു തരാം. ഒരു മോൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. അവൻ വീട്ടിൽ വന്ന് രാത്രിയിൽ എപ്പോഴെങ്കിലും വന്നെങ്കിലായി വന്നില്ലേലായി ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അവൻ്റെ അച്ഛൻ ചോദിച്ചു, നീ എവിടെ പോവാ ഇത്? നീ പോകുന്ന എപ്പോഴാണെന്ന് അറിയുന്നില്ല, വരുന്ന എപ്പോഴാണെന്ന് പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞപ്പോൾ ഈ മകൻ പറഞ്ഞു, ഇതാണോ വീട്? ഇതൊരു പട്ടാള ക്യാമ്പല്ലേ ഇത്? ഇതിന് വീടെന്നാണോ പറയണത്? ഇങ്ങോട്ട് വന്ന് കയറാൻ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ? ഇവിടെ പട്ടാള ചിട്ടകളല്ലേ ഇവിടെ ഉള്ളത് എന്നും ചോദിച്ചുകൊണ്ട് ഈ മകൻ തിരിച്ച് അച്ഛനോട് പറയുകയാണ്. അങ്ങനത്തെ വീടുകളും ഉണ്ട്. നമ്മൾ നമ്മുടെ വീട്ടിൽ എന്താണോ കൊടുക്കുന്നത് അത് അതിൻ്റെ റിസൾട്ട് നമുക്ക് വരുള്ളൂ, അല്ലേ? നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്ന സ്ഥലം നമ്മുടെ വീട് ആയിരിക്കണം. പിന്നെ വേറൊരു കഥയും കൂടെ ഉണ്ട്. ഒരു കരിക്കട്ടയും കൊണ്ട് ഇങ്ങനെ വീടിൻ്റെ ഭിത്തിയിൽ ഇങ്ങനെ പടം വരച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവിടുത്തെ വേലക്കാരി കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി അതിൻ്റെ അമ്മ, ഈ കൊച്ചിൻ്റെ അമ്മ ജോലിക്ക് പോയേക്കുമായിരുന്നു. വരുന്നതിന് മുമ്പ് പറഞ്ഞു, ഇന്ന് കണ്ടോ അമ്മ വരുമ്പോൾ തല്ലുന്ന കണ്ടോ, അമ്മ വരുമ്പോൾ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വേലക്കാരി ഇങ്ങനെ പറഞ്ഞുകൊണ്ട്. പക്ഷെ അമ്മ വന്ന് വാതിൽ തുറന്ന് നോക്കുമ്പം മോൻ എഴുതി വെച്ചേക്കണേ, ഐ ലവ് യു അമ്മ, എങ്ങനെയൊക്കെ അമ്മേനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണെന്നും പറഞ്ഞാണ് എഴുതി വെച്ചേക്കുന്നത്. ആ അമ്മയോടനെ മകനെ ചേർത്ത് പിടിച്ച് കവിളത്ത് ഉമ്മ വെച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യം കൂടെ കുടുംബത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ നേരെ തിരിച്ചൊരു സംഭവമുണ്ട്, ഹിറ്റ്ലറുടെ കഥ. ഹിറ്റ്ലറുടെ ജീവിതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പകാലം, ബാല്യകാലമൊക്കെ ഭയങ്കര ദുരിതം പിടിച്ചായിരുന്നു എന്നാണ് പറയുന്നത്. അച്ഛനൊരു ഭയങ്കര ക്രൂരനായ ഒരു മനുഷ്യനായിരുന്നു, എപ്പോഴും ഉപദ്രവിക്കുമായിരുന്നു. ഒരു ആൻറ്റി ഉണ്ടായിരുന്നത് കൂനുള്ള ഒരു ആൻറ്റി ആയിരുന്നു. ആ കൂന് പോലെ തന്നെ അവരുടെ ഉള്ളിലും വിരൂപമായിരുന്നു. അവർ ഈ ഹിറ്റ്ലറെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു. പക്ഷെ ഒരു ഭിത്തിയിലൊക്കെ പടം വരയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ബെൽറ്റ് ഊരി അടിച്ചിട്ട് ചോര പൊട്ടുന്നവരായിട്ട് അടിക്കുമായിരുന്നു എന്നാണ് പറയുന്നത് ഹിറ്റ്ലറെ. അപ്പം അതിങ്ങനെ മനസ്സിൽ അച്ഛനോടും ആൻറ്റിയോടുമുള്ള വൈരാഗ്യമായിട്ട് ഇങ്ങനെ കിടന്നു. പുള്ളി ഭരണാധികാരിയായി കഴിഞ്ഞപ്പം ആദ്യം ഇടിച്ച് തകർത്ത് കളഞ്ഞത് ഇവരുടെ കുഴിമാടങ്ങളാണെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു പൊടി പോലും വെച്ചേക്കരുതെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഇടിച്ച് തകർത്ത് ആ വൈരാഗ്യവും ദേഷ്യവും മുഴുവൻ ഇദ്ദേഹം പുറത്തെടുത്തു എന്നാണ് പറയുന്നത്, ഹിറ്റ്ലർ. അപ്പം നമ്മുടെ ഉള്ളിൽ വൈരാഗ്യവും ദേഷ്യവും ആണെങ്കിലും സ്നേഹമാണെങ്കിലും ഉണ്ടാക്കാൻ നമ്മുടെ വീടിന് സാധിക്കും, ഇല്ലേ? ഏറ്റവും നല്ല ഒരിടമായിരിക്കണം നമ്മുടെ വീട്, ഇല്ലേ? പിന്നെ ഉള്ളത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതേപോലെ എന്നാ പറയണേ, നമുക്ക് എന്തും തുറന്ന് സംസാരിക്കാൻ, തുറന്ന് കാണിക്കാനുള്ള ഒളിച്ചു വെക്കലൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമായിരിക്കണം നമ്മുടെ വീട്. നമുക്ക് എന്നാന്ന് പറയണേ, നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളോ ഉണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ ഒരു കള്ളത്തരങ്ങളോ ഒന്നുമില്ലാതെ നമ്മളെ തുറന്ന് കാണിക്കുന്ന ഒരു സ്ഥലമായിരിക്കണം വീട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളത്തരങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ ആ വീട്ടിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അകന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്, അല്ലേ? ഒരാൾക്ക് ഒരു രഹസ്യങ്ങൾ, ഒരാൾക്ക് വേറെ രഹസ്യങ്ങൾ, അങ്ങനെ ആകുമ്പോൾ ആ വീട്ടിൽ നിന്ന് അകന്നു പോകാൻ ഉള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒളിച്ചുവെക്കലുകൾ ഇല്ലാത്ത ഒരു സ്ഥലമായിരിക്കണം നമ്മുടെ വീട് എന്ന് പറയുന്നത്, ഇല്ലേ? ആ വീട്ടിൽ പരസ്പരം എല്ലാം തുറന്ന് സംസാരിക്കണമായിരിക്കും. ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് എല്ലാം തുറന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിലോ ആ വീട്ടിലൊരു പ്രശ്നവും ഉണ്ടാവില്ല സാധാരണയായിട്ട്. ഞാനായിട്ടിരിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലമായിരിക്കണം എൻ്റെ വീട്, അല്ലേ? എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യാൻ സാധിക്കണം, ഇല്ലേ? അല്ലാണ്ട് മറ്റുള്ളവരെ ദേഷ്യമോ വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ലാതെ എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യത്തോടു കൂടിയിരിക്കാൻ പറ്റിയ സ്ഥലമായിരിക്കണം. ഞാനൊരു കൊച്ചു കഥ പറയട്ടെ. ഒരു മകൻ ഒരു മൊബൈൽ ഫോൺ മേടിച്ചുകൊണ്ട് വന്നു. അവൻ അത് മേടിച്ച് മേശപ്പുറത്ത് കൊണ്ടുവച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പം ഫോൺ റിങ് ചെയ്യണ കേട്ടപ്പം അമ്മ പോയി ആ ഫോൺ എടുത്തു. അപ്പം അമ്മയുടെ കയ്യിൽ നിന്ന് ആ ഫോൺ താഴെ ചാടി പൊട്ടിച്ചെതറിപ്പോയി. അപ്പം മകൻ ഓടി വന്നിട്ട് നോക്കി കഴിഞ്ഞിട്ട്, അയ്യോ അത് സാരമില്ല, കാരണം എന്താ പറയുക, പൊട്ടിയിരിക്കുന്ന ഫോണായിരുന്നു ഓൾറെഡി, അത് ഞാൻ അടുത്ത ദിവസം മാറാനിരിക്കുന്ന ഫോണായിരുന്നു, അത് സാരമില്ല അമ്മ വിഷമിക്കുകയൊന്നും വേണ്ട, എനിക്ക് എൻ്റെ ഉമ്മയുടെ സന്തോഷം മാത്രം പറയും, ഫോണൊന്നും അല്ലല്ലോ എനിക്ക് പ്രധാനം എന്നും പറഞ്ഞ് അമ്മേനെ ചേർത്ത് നിർത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ അങ്ങ് സന്തോഷത്തോടെ പോയി കഴിഞ്ഞപ്പോൾ കൂട്ടുകാരൻ ചോദിച്ചേട്ടാ നീ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു? ഇത് ഇന്നലെ മേടിച്ച ഫോണല്ലേ, ഇത് നല്ല ബ്രാൻഡഡ് സാധനമല്ല, പിന്നെ എന്തിനാ നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഈ മകൻ പറയുകയാണ്, എടാ എൻ്റെ അമ്മയുടെ അത്രയും സന്തോഷമൊന്നും എനിക്ക് ഈ ഫോണിനകത്തുനിന്ന് കിട്ടുന്നില്ല, എനിക്ക് എൻ്റെ അമ്മയാണ് ഏറ്റവും വലുത്, അമ്മയുടെ സന്തോഷമാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന്. അങ്ങനെ ചേർത്ത് നിർത്താൻ പറ്റിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ വീട് സ്വർഗമായി തീരും.
പിന്നെ നമ്മുടെ വീടുകളിൽ ഗുഹകൾ ഉണ്ടാകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഇന്നത്തെ വീടുകളിലെല്ലാം ഗുഹകളുണ്ടല്ലേ. ഏതാണെന്ന് വെച്ചാൽ ഓരോ മുറികളിൽ കൂടെ ആയിരിക്കും ഓരോ മക്കൾ. 2 മക്കളുണ്ടെങ്കിൽ 2 മുറികളിലായിരിക്കും. അച്ഛനുണ്ടെങ്കിൽ അച്ഛൻ ഒരു മുറിയിലായിരിക്കും, അമ്മയുണ്ടെങ്കിൽ അമ്മ ഒരു മുറിയിലായിരിക്കും. എല്ലാവരും മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിപ്പായിരിക്കും പണി ഇല്ലേ. പരസ്പരം ഒന്ന് കാണുന്നത് ഊണ് കഴിക്കാൻ വരുമ്പോൾ ചിലപ്പോൾ കണ്ടെങ്കിലായി വന്നിരുന്ന് വയറ് നിറഞ്ഞു അപ്പോൾ തന്നെ അടുത്ത മുറിയിലേക്ക് കയറി പോകുന്നത് നമ്മൾ കാണുന്നത് ഇല്ലേ. പണ്ടത്തെ കാലത്തെ ലാൻഡ് ഫോണൊന്നും നിങ്ങൾ ഓർത്ത് നോക്കിയേ. ലാൻഡ് ഫോൺ റിങ് ചെയ്യുമ്പോഴത്തേനും ആ വീട്ടിലുള്ള ആരെങ്കിലും പോയി എടുക്കും. ഉറക്കെ എല്ലാവർക്കും കേൾക്കാൻ പറ്റും. എല്ലാവരും സംസാരിക്കാനാണെങ്കിൽ സംസാരിച്ചു, എല്ലാവരും കൂടെ അത് കേട്ടു ഇരുന്നു പോയി. ഇന്നങ്ങനെയാണോ? ഇന്ന് അച്ഛന് പ്രത്യേക രഹസ്യങ്ങൾ, അമ്മയ്ക്ക് പ്രത്യേക രഹസ്യങ്ങൾ, മക്കൾക്ക് അതിലേറെ രഹസ്യങ്ങൾ. ഇങ്ങനെയുള്ളൊരു രീതിയല്ലേ ഇന്നത്തെ ജീവിത രീതി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലോ പരസ്പരം കാണുന്ന പോലും അപൂർവമായ സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ. എപ്പോഴും ഒരു ഫോണിൽ കൂടെ ആയിരിക്കും. അമ്മയാണേലും ഫോണില്ല, അച്ഛനാണേലും ഫോണില്ല, മക്കളാണേലും പിന്നെ എപ്പോഴല്ലേ പരസ്പരം ഒന്ന് സംസാരിക്കുന്നത്. മിക്ക വീടുകളിലും പരസ്പരം സംസാരിക്കാൻ പോലും സമയം കിട്ടാറില്ല. അങ്ങനെയുള്ള ചില വീടുകളും ഉണ്ട്. ചിലതല്ലാട്ടോ, ഇന്നിപ്പോൾ ഒട്ടുമിക്ക വീടുകളിലെ കുഞ്ഞു പിള്ളേർക്ക് വരെ ഫോണുകളായി തുടങ്ങി. അങ്ങനെ ഒരു സംസ്കാരം കൂടെ നമ്മുടെ നാട്ടിൽ വളർന്നു വന്നു ഇല്ലേ. അപ്പം ഇങ്ങനെയൊന്നുമല്ല, നമ്മൾ പരസ്പരം എല്ലാം പറയുന്ന, എല്ലാ സ്നേഹത്തോടെ പങ്കുവെക്കുന്ന ഒരു വീടാണെങ്കിലുണ്ടല്ലോ, അവിടെ എന്തൊരു എളിമയും വിനയവും സ്നേഹവും. ആ വീടെന്ന് വെച്ചാൽ സ്വർഗമായിരിക്കും നമുക്ക്. ഒരു കൊച്ചു വീടാണെങ്കിൽ പോലും ആ വീട് സ്വർഗതുല്യമായിരിക്കും. അത് ഉറപ്പായ കാര്യമാണ്. ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് എല്ലാവരോടും ഒരു സ്നേഹവും സഹാനുഭൂതിയും വിനയവും ദയവും ഒക്കെയുള്ള വീടുകളായിരിക്കും. നമ്മൾ ചിന്തിച്ചു നോക്കി, ഇങ്ങനെയുള്ള വീടുകളാണോ നമ്മുടെ വീടുകളെന്ന്. ഇത് ആലോചിക്കേണ്ട കാര്യങ്ങളല്ല ഇതൊക്കെ. ചെറുതാണെങ്കിലും ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതിനകത്ത് ഒത്തിരി അർത്ഥം ഉൾക്കൊണ്ടിട്ടുള്ള വീടുകളാണ്. നമ്മുടെ മക്കളൊക്കെ ചീത്തയായി പോകുമ്പോൾ നമ്മൾ പറയും എന്തുകൊണ്ടാണ്. നമ്മുടെ വീട്ടിലെ രീതികളും അവരെ സ്വാധീനിക്കാറുണ്ടെന്നേ. നമ്മുടെ പെരുമാറ്റങ്ങളും മക്കളെ സ്വാധീനിക്കാറുണ്ട്. നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ പെരുമാറ്റങ്ങൾ നമ്മുടെ മക്കളിൽ ഒത്തിരി സ്വാധീനം ചെലുത്തുന്നതാണ്. നമ്മൾ നല്ല രീതിയിൽ അവർക്ക് കാണിച്ചു കൊടുക്കണം. നമ്മൾ കാണിച്ചു കൊടുക്കണം. അച്ഛനും അമ്മയും ഫുൾ ടൈം ഫോണിലായിട്ട് മക്കളോട് ഫോൺ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുപയോഗിക്കുക തന്നെ ചെയ്യും. അതേപോലെ അച്ഛനും അമ്മയും നേർവഴിക്കല്ല നടക്കണമെങ്കിൽ മക്കളോട് നേർവഴിക്ക് നടക്കാൻ പറഞ്ഞാൽ മക്കൾ നിൽക്കുമോ? ഇല്ല. അപ്പോൾ നമ്മൾ നേർവഴി കാണിച്ചു കൊടുക്കുക. നമ്മുടെ മക്കൾക്ക് നല്ലത് മാത്രം പറഞ്ഞു കൊടുക്കുക. നമ്മുടെ മക്കളെ നല്ലത് ചെയ്യിപ്പിക്കുക. ഒരു കഥയുണ്ട്. ഒരു കൊച്ച്, അതിൻ്റെ അച്ഛനും അമ്മയും 2 മക്കളും ഉള്ളൂ കേട്ടോ. ആ കൊച്ചിന് അടുത്ത് മകൻ നിപ്പുണ്ട്. അച്ഛൻ എന്നിട്ട് മകനെ ഒന്ന് സ്പർശിക്കുക പോലും ചെയ്തിട്ടില്ല വർഷങ്ങളായിട്ട്. അതായത് അച്ഛൻ്റെ കാര്യം നോക്കിപ്പോണു, അമ്മയുടെ കാര്യം നോക്കുന്നു. ഈ മകൻ ഏകനായിട്ട് 10-18 വയസ്സ് വരെ ഒരു മുറിയിൽ ഇങ്ങനെ അടച്ച് അവൻ സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു, തിരിച്ചു വരുന്നു, വീട്ടിൽ കയറുന്നു, അത്രയ്ക്കുള്ള ബന്ധം മാത്രം. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് അച്ഛൻ ഒരു കോഴ്സ് കൂടാൻ പോയത്. എവിടെയോ ഒരു കോഴ്സ് കൂടിയപ്പോൾ പറഞ്ഞു, നമ്മുടെ മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കണം, നമ്മുടെ മക്കളെ നമ്മൾ ഉമ്മ വെക്കണം, ഒരു ദിവസമെങ്കിലും ഒരു ഉമ്മ വെക്കണം എന്നൊക്കെ പറഞ്ഞൊരു കോഴ്സ് കൂടിയിട്ട് വന്നിട്ട് എന്നാൽ മകനെ ഒന്ന് തൊട്ടേക്കാം, ഒത്തിരി വർഷം കൂടി മകനോടൊന്ന് സ്നേഹം കാണിച്ചേക്കാന്ന് ഓർത്ത് മകൻ്റെ അടുത്ത് നിന്ന് മകനെ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ കൊടുത്തപ്പം മകൻ അച്ഛനെ അങ്ങ് തള്ളി മാറ്റി നിർത്തി. എന്നിട്ട് മകനങ്ങ് പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ഇത്രയും വർഷം, അതായത് ഈ 18 വർഷവും എന്നെ ഉമ്മ വയ്ക്കാതെ ഈ നിമിഷം അച്ഛൻ എന്നെ ഉമ്മ വെച്ചല്ലോ എന്നും പറഞ്ഞുകൊണ്ട്. എന്നിട്ട് അവനൊരു കുഞ്ഞ് 2ാം ക്ലാസ്സുകാരൻ കരയും പോലെ കിടന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ അച്ഛൻ്റെ മനസ്സിൽ അട്ടി കൊണ്ടുപോകണക്കായിപ്പോയി. കാരണം അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അച്ഛനോടുള്ള അച്ഛനൊരു സ്നേഹമില്ലല്ലോ എന്നുള്ളൊരു ചിന്ത അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അത് അയാളുടെ മനസ്സിൽ ഒത്തിരി ഫീൽ ചെയ്തു. അയാൾക്ക് പിന്നെ കുറ്റബോധം തോന്നുകയും അവനോട് സ്നേഹത്തോടെ അച്ഛൻ ചെയ്തു പോയ തെറ്റാണെന്ന് മാപ്പ് പറയുകയും ചെയ്തു എന്നൊരു കഥയുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഓർക്കണം, നമ്മുടെ തൊട്ടടുത്ത് നിന്നാൽ പോലും നമ്മളൊന്ന് തൊടുന്നില്ല, ഒന്ന് സ്പർശിക്കുന്ന പോലുമില്ല നമ്മുടെ മക്കളെ. പിന്നെ എങ്ങനെയാ മക്കളും പുറമെ മറ്റുള്ളവരുടെ അടുത്ത് പോകാതിരിക്കും? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. മറ്റുള്ളവരോട് കൂട്ടുകൂടി പോകുന്നതിന് ഉത്തമ കാരണമാണ് നമ്മുടെ അടുത്ത് നിൽക്കുന്ന നമ്മുടെ കുഞ്ഞിനെ നമുക്കൊന്ന് തൊടാൻ സാധിക്കുന്നില്ല. നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഭാര്യനെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ നമുക്ക് മനസ്സില്ല. നമ്മുടെ അടുത്ത് നിൽക്കുന്ന അമ്മേനെ ഒന്ന് നോക്കാൻ നമുക്ക് മനസ്സില്ല. പിന്നെ എങ്ങനെ? അതേപോലെ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഭർത്താവിനെ പോലും, എത്രയോ ഭാര്യമാരുണ്ടെന്ന് ഭർത്താക്കന്മാർ തിരിഞ്ഞു നോക്കാത്തവർ. ഇങ്ങനെ നമ്മുടെ വീട് സ്വർഗമാകണമെങ്കിൽ നമ്മൾ ഈ വീട്ടിനുള്ളിലുള്ള അംഗങ്ങളെ ഓരോരുത്തരെയും ചേർത്ത് നിർത്തിയാലേ അവിടെ സ്വർഗ്ഗമാവുള്ളൂ. അല്ലാണ്ട് ഒരാൾ വിചാരിച്ചാലൊന്നും സ്വർഗ്ഗമാവില്ല അല്ലേ? ശരിയല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ.